ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാമുള്ള ഒരു സ്വഭാവമാണ് മടി അല്ലെങ്കിൽ അലസത എന്നുള്ളത്. അതുപോലെ തന്നെ മാറ്റിവെക്കൽ അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷനും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ്. എല്ലാവരിലും അതിന്റെ കുറച്ച് രീതിയിലെങ്കിലും എല്ലാവരിലും ആ ഒരു സ്വഭാവം ഉണ്ടാവും. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ജാപ്പനീസ് ടെക്നിക്കുകളെ പറ്റിയിട്ടാണ്. നമ്മളുടെ മടിയും അലസതയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ മറികടക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങളെ കാണാനായിട്ടും കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ജാപ്പനീസ് ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ഒക്കെ തന്നെയാണ്, പക്ഷെ അന്നൊന്നും ഇതിന്റെ പേരുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ഇന്ന് നമുക്ക് അതിനെ പറ്റി പരിചയപ്പെടാം. ആ ഓരോ ടെക്നിക്സിനെ നമുക്ക് പരിചയപ്പെടാം, അതിന്റെ പേരുകളും അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ ഫസ്റ്റ് ടെക്നിക്, കൈസൻ ടെക്നിക്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു ബേസിക് തീം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഫോക്കസസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ത്രൂ സ്മോൾ ആൻഡ് ഇൻക്രിമെന്റൽ സ്റ്റെപ്സ്. ഈ ഒരു കൈസൻ എന്ന വേർഡ് മീൻ ചെയ്യുന്നത്, അതിന്റെ ഒരു വേർഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഫോർ ബെറ്റർ എന്നുള്ളതാണ്. സോ ഇത് എങ്ങനെ ചെയ്യാം? നമുക്ക് നമ്മുടെ വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ വലിയൊരു ഗോളിനെ നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകളാക്കി, മാനേജബിൾ ആയിട്ടുള്ള ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഓരോന്നിനെയും അച്ചീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു വലിയ ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ പഠനമായിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, അതിനെ ഘട്ടം ഘട്ടമായി നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട്, അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ ഒരു കൈസൻ ടെക്നിക്കിന്റെ തീം എന്ന് പറയുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായി അതിനെ അപ്രോച്ച് ചെയ്യുന്നത് വഴി, അതായത് വലിയൊരു ടാസ്കിനെ ചെറിയ ചെറിയ സ്മോൾ അച്ചീവബിൾ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി നമുക്ക് അതിനെ കുറച്ച് നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. നല്ല രീതിയിൽ നമുക്ക് അതിനെ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഇതാണ് കൈസൻ ടെക്നിക്. സെക്കൻഡ് ടെക്നിക്, ഇക്കിഗായ്. ഡിസ്കവർ യുവർ പേർപ്പസ്. നമ്മളുടെ ജീവിതത്തിന്റെ പേർപ്പസ് എന്താണ് എന്ന് കണ്ടെത്തുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി സന്തോഷത്തോടെ, അർത്ഥവത്തായി, സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. 4 എലമെന്റ്സ് ആണുള്ളത്. വാട്ട് ഡു യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, വാട്ട് ക്യാൻ ബി പെയ്ഡ് ഫോർ. ഈ 4 കാര്യങ്ങളും, അതായത് നമ്മൾക്ക് എന്താണ് ആഗ്രഹം, നമ്മൾക്ക് ഏതിലാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ലോകത്തിന് വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് വഴി തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിന് നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. നമ്മളുടെ ടാലൻസും നമ്മളുടെ സ്കിൽസും ഉപയോഗിച്ച് ലോകത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുന്നത് വഴി, നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തുന്നത് വഴി തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, അർത്ഥവത്തായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. തേർഡ് ടെക്നിക്, പോമോഡോറോ. ഇതൊരു ടൈം മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇത് നമ്മളുടെ ഒരു വർക്കിനെ മാനേജബിൾ ആയിട്ടുള്ള ടൈം ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായകരമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 25 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യുക, പഠിത്തമാണെങ്കിൽ പഠിക്കുക, ഫുൾ അറ്റൻഷനും കോൺസെൻട്രേഷനും കൊടുത്ത് ഫസ്റ്റ് 25 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു, പഠിക്കുകയോ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ബ്രേക്കിൽ നമുക്ക് അടുത്ത 25 മിനിറ്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ ലഭിക്കാനായിട്ട്, ഒരു എനർജി ലഭിക്കാനായിട്ട് സഹായകരമാണ്. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 25 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 4 പോമോഡോറോസ്, ഒരു 4 സൈക്കിളിന് ശേഷം നമുക്കൊരു ലോങ് ബ്രേക്ക് എടുക്കാം. സേ ഫോർ 25 മിനിറ്റ്സ് ഓർ 30 മിനിറ്റ്സ് നമുക്കൊരു ലോങ് ബ്രേക്ക് എടുക്കാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വീണ്ടും ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പോമോഡോറോസ്. ഫോർത്ത് ടെക്നിക് ഈസ് ഹാരാ ഹാച്ചി ബു. നമ്മുടെ അലസത കുറച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്ന അടുത്ത ഒരു ടെക്നിക്കാണ് ഹാരാ ഹാച്ചി ബു എന്ന് പറയുന്നത്. ഡോണ്ട് സ്റ്റഫ് യുവർ സെൽഫ് വിത്ത് ഫുഡ്. ഇതനുസരിച്ച് നമ്മൾ 80% മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അരവയർ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇതും ഏകദേശം അതുപോലെ തന്നെ. അരവയർ അല്ലെങ്കിലും 80% നമ്മുടെ വയറിന്റെ കപ്പാസിറ്റി മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത്.
കാരണം നമ്മൾ മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ വയർ മൊത്തത്തിൽ നിറയുന്ന പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരികയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യും. അതിനാൽ തന്നെ നമ്മൾ 80% മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ പല ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് ഉണ്ടാവാനായിട്ട് സഹായകരമാണ്. അതിൽ ചിലത് പറയുവാണെങ്കിൽ, ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, പൊണ്ണത്തടിയിലേക്കൊക്കെ പോവാതെ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കുന്നതിന് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പല ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും. സോ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഫ്ത്ത് ടെക്നിക് ഇസ് ഷോഷൻ. നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടും നമ്മളുടെ ഒരു മടി, പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ കുറച്ച് വെക്കാനായിട്ടും സഹായിക്കുന്ന മറ്റൊരു ജാപ്പനീസ് ടെക്നിക്കാണ് ഷോഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മൾ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു കാര്യത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ആ കാര്യത്തെ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു ബയസ്ഡ് മൈൻഡ് സെറ്റ് അതിൽ വർക്ക് ആവത്തില്ല. അല്ലെങ്കിൽ ഒരു ബയസ്ഡ് പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ കാര്യങ്ങളെ കാണാതെ ഓപ്പൺ മൈൻഡഡ്ലി കാര്യങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് ആ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ടും കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും സഹായകരമാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ക്യൂരിയസ് മൈൻഡ് ആയിരിക്കും. അതുപോലെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്. ഇതിൽ നമ്മൾ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റിൽ എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രോത്ത്, ലേണിംഗ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. സോ നമ്മൾ എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളുടെ വർക്കിലായാലും പഠിത്തത്തിലായാലും ഒക്കെ ഒരുപാട് മുകളിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. സിക്സ്ത് മെത്തേഡ് ഈസ് വാബി സാബി. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടും മടി, പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ മാറ്റി വെക്കാനായിട്ടും സഹായിക്കുന്ന മറ്റൊരു ജാപ്പനീസ് ടെക്നിക്കാണ് വാബി സാബി എന്നുള്ളത്. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അപ്രീഷിയേറ്റ് ദ ഇംപെർഫെക്ഷൻസ് എന്നുള്ളതാണ്. നമ്മളെല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ആ ഒരു പെർഫെക്ഷനിസം പലരുടെയും സ്വഭാവത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു മൈക്രോ മാനേജ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒരുപാട് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം ആ കാര്യം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താറുണ്ട്. സോ ഈ ഒരു വാബി സാബി ടെക്നിക്കിന്റെ പുറകിലുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അത് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്ത് തീർക്കുന്നതാണ് എന്നുള്ളതാണ്. സോ എല്ലാ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കാര്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ച് അത് ഇരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ആ കാര്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നല്ലത്. സെവൻത് ടെക്നിക് ഇസ് യുട്ടോറി. ക്രിയേറ്റ് സ്പേസ് ആൻഡ് ബാലൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക, മീ ടൈം കണ്ടെത്തുക, ഹോബീസിന് വേണ്ടി സമയം കണ്ടെത്തുക. അങ്ങനെ നിങ്ങൾക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടും നിങ്ങളുടെ മടിയും പ്രോക്രാസ്റ്റിനേഷനും ഒക്കെ മാറ്റിവെക്കാനായിട്ടും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക് തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സോ ഈ ടെക്നിക്സ് എല്ലാം ഫോളോ ചെയ്യുന്നത് വഴി, ഒരു 7 ടെക്നിക്കുകളെ പറ്റി ഞാൻ സംസാരിച്ചു. ഈ ടെക്നിക്സുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കാനും മടിയും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിവെച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ഇതെല്ലാം നല്ല ടെക്നിക്കുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.